അപ്പോൾ ഒരു വെറൈറ്റി മൂവീസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മൂവി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ഭയങ്കര വലിയ സംഭവങ്ങളും കഥകളും ഒന്നുമില്ല. ഒരു ആവറേജ് കഥയാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക് സ്റ്റോറി എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള നമ്മുടെ നായകൻ ആക്ച്വലി ഒരു അഡിക്ഷൻ ഉണ്ട്. സോ നോർമലി ഉള്ള അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ അഡിക്ഷൻസ് അങ്ങനെ ലോട്ട്സ് ഓഫ് സ്റ്റഫുകളുള്ള അഡിക്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. ബട്ട് നമ്മുടെ നായകൻ ആക്ച്വലി ഇതിനകത്തുള്ള അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 18+ ആയിട്ടുള്ള മൂവീസ് ഒക്കെ കാണുക എന്നുള്ളതാണ്. യു നോ വാട്ട് ഐ മീൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് കാണുന്നതാണ് നമ്മുടെ നായകൻ ആക്ച്വലി അതിനകത്തുള്ള അഡിക്ഷൻ. സോ പുള്ളിക്കാരൻ അത് ഇങ്ങനെ ലൈഫ് സ്റ്റൈലായിട്ട് ജീവിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്കാരൻ ഒരു ഗേൾ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും അവരായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ ഈ അഡിക്ഷൻ അവിടെ നിർത്താൻ പറ്റുന്നില്ല. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ദെൻ പുള്ളിക്കാരൻ ഇത് എങ്ങനെയൊക്കെ നിർത്തണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരുന്നുണ്ട്. സോ അതിനായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൊല്യൂഷനൊക്കെ വർക്കായില്ലോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് പടന്ന് കണ്ടു നോക്കുക. ഈ ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് പറഞ്ഞു പോകുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ നായകനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിനായിട്ട് ഈ മൂവി ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ പടത്തിൻ്റെ പേര് വരുന്നത് ഡോൺ ജോൺ എന്നാണ്. സംഭവം ആക്ച്വലി ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയോ. ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല. ഒരു ഫൺ എന്നാലൊട്ട് അത്ര ഫണ്ണും ഇല്ലാത്തൊരു പടമാണ്.